Hi everyone. Corporate accounting എന്നുള്ളതാണ് നമ്മുടെ സബ്ജക്റ്റ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തായിരുന്നു നിർത്തിയത്? IASB ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ്. IASB എന്താന്ന് പറഞ്ഞില്ലേ നമ്മൾ? എന്താ IASB എന്ന് പറഞ്ഞു? ദെൻ IASB എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ IFRS അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂ ചെയ്യുന്നതിൽ, അത് ഫോർമുലേറ്റ് ചെയ്യുന്നതിൽ, അത് ഡെവലപ്പ് ചെയ്യുന്നതിൽ എന്ത് റോളാണ് വഹിക്കുന്നത്, എന്ത് പങ്കാണ് അവർ വഹിക്കുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഇല്ലേ? ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ നോക്കാൻ പോണത്? വാട്ട് ഈസ് IFRS അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, നമ്മുടെ മെയിൻ ഏരിയ ആണ് IFRS എന്താന്നുള്ളത്. സോ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ IFRS എന്താണെന്ന് നമ്മൾ നോക്കാൻ പോവാണ്. സോ ഇറ്റ് ഈസ് എ കോമൺ ഗ്ലോബൽ ലാംഗ്വേജ്. IFRS എന്ന് പറയുന്നത് ഒരു കോമൺ ഗ്ലോബൽ ലാംഗ്വേജ് ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ടു പ്രിപ്പയർ എന്തിനാ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ പ്രിപ്പയർ ചെയ്യാനുള്ള കോമൺ ഗ്ലോബൽ ലാംഗ്വേജിനെയാണ് മക്കളെ നമ്മൾ എന്ത് പേര് പറയുന്നത്? ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ or IFRS. ക്ലിയർ ആണോ? വാട്ട് ഈസ് IFRS? IFRS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഇറ്റ് ഈസ് എ കോമൺ ഗ്ലോബൽ ലാംഗ്വേജ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാ? എന്തിനു വേണ്ടിയിട്ടുള്ളതാ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ളത്. ദെൻ IFRS ആർ പ്രിൻസിപ്പിൾ ബേസ്ഡ് സ്റ്റാൻഡേർഡ് ഇന്റർപ്രിറ്റേഷൻസ് ആൻഡ് ദ ഫ്രെയിംവർക്ക് അഡോപ്റ്റഡ് ബൈ ദി IASB. IASB എന്ന് പറയുന്ന ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഫ്രെയിംവർക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? IFRS എന്ന് പറയുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ IFRS ആർ പ്രിൻസിപ്പിൾ ബേസ്ഡ് സ്റ്റാൻഡേർഡ് ഇന്റർപ്രിറ്റേഷൻ. അതായത് ഇത്രയും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് വേണം. വേണ്ടേ? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ IAS 1, IAS 2, IAS 3 എന്നൊക്കെ പറഞ്ഞ് IAS 41 വരെ നമ്മൾ പറഞ്ഞില്ലേ? അതേപോലെ അത്തരത്തിലുള്ള അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ് IASB ഡെവലപ്പ് ചെയ്തിട്ടുള്ള, IASB ഇഷ്യൂ ചെയ്തിട്ടുള്ള അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? IFRS എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കോമൺ ഗ്ലോബൽ ലാംഗ്വേജ്. എന്തിനു വേണ്ടിയുള്ളതാ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യാൻ. ആൻഡ് ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ, ഇറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ, ആരാ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്? IASB. IASB എന്താണ്? ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ നമ്മൾ നോക്കുന്നത് എന്താ? ഫീച്ചേഴ്സ് ഓഫ് IFRS. IFRS എന്ന് പറയുന്ന അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിന്റെ ഫീച്ചേഴ്സ് എന്താണ് നമ്മൾ നോക്കാൻ പോണത്. യെസ്, ദ ഫസ്റ്റ് വൺ, ഒന്നാമത്തെ പോയിന്റ് എന്താ പറയണത്? ദീസ് ആർ ഗ്ലോബൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. IFRS എന്ന് പറയുന്നത് ഗ്ലോബൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ആണ്. അതായത് അക്രോസ് ദി വേൾഡ്, ഓൾ ഓവർ ദി വേൾഡ് അല്ലെങ്കിൽ ഗ്ലോബലി നമ്മുടെ ലോകം മുഴുവനുള്ള അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ് IFRS എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് പോയിന്റ് എന്താ പറയുന്നത്? ദീസ് ആർ പ്രിൻസിപ്പിൾ ബേസ്ഡ് സ്റ്റാൻഡേർഡ്സ്. IFRS എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ബേസ്ഡ് സ്റ്റാൻഡേർഡ്സ് ആണ്. സെർട്ടൻ പ്രിൻസിപ്പിൾസിനെ, സെർട്ടൻ തിയോറംസിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് സ്റ്റേജ് ചെയ്യുന്നത്? IFRS സ്റ്റേജ് ചെയ്യുന്നത്. സോ IFRS ആർ പ്രിൻസിപ്പിൾ ബേസ്ഡ് സ്റ്റാൻഡേർഡ്സ്. ദെൻ ദി തേർഡ് വൺ, മൂന്നാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? ഇറ്റ് ഡെവലപ്ഡ് ആൻഡ് മെയിൻറ്റൈൻഡ് ബൈ IASB. ഈ IFRS ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ആരാണ്? IASB ആണ്. IFRS developed and maintained by IASB. ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ത് പ്രിപ്പയർ ചെയ്യണത്, എന്ത് മെയിൻറ്റെയിൻ ചെയ്യണത്? IFRS ഡെവലപ്പ് ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും. ഓക്കെ, ദെൻ ദ ഫോർത്ത് പോയിന്റ്, നാലാമത്തെ പോയിന്റ് എന്താ പറയണത്? ദ ഇന്റൻഷൻ ഓഫ് അപ്ലൈയിങ് ദീസ് സ്റ്റാൻഡേർഡ്സ് അക്രോസ് ദി ഗ്ലോബ് ടു ഗെറ്റ് എ കൺസിസ്റ്റന്റ് ബേസിസ്. അതായത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിലൊരു കൺസിസ്റ്റൻസി, ഒരു സ്ഥിരത, ആ ഒരു കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നത്? ഈ IFRS അപ്ലൈ ചെയ്യുന്നതിന്റെ ഇന്റൻഷൻ എന്താ? നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ എന്ത് വേണം? ഒരു കൺസിസ്റ്റൻസി വേണം. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ ഇവിടെ എന്താ പറഞ്ഞത്? IFRS എന്താന്ന് പറഞ്ഞു? ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ് IFRS എന്ന് പറയുന്നത്. കോമൺ ഗ്ലോബൽ ലാംഗ്വേജ് ആണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത് IFRS വെച്ചാണ്. IFRS ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് IASB ആണ്. അത് പ്രിൻസിപ്പിൾ ബേസ്ഡ് സ്റ്റാൻഡേർഡ് ആണ്. അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് മെയിൻറ്റെയിൻ ചെയ്യുന്നതും IASB ആണ്. ദെൻ അത് എന്തിനു വേണ്ടിയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാ? ഒരു കൺസിസ്റ്റൻസി കിട്ടാൻ. ഓക്കെ, ദെൻ
ഏരിയ, അതായത് നമ്മുടെ ഫീച്ചേഴ്സിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. ദ ഫിഫ്ത്ത് പോയിന്റ്, അഞ്ചാമത്തെ പോയിന്റ് ആണ് they ensure high quality transparent reporting. IFRS യൂസ് ചെയ്ത് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? എൻഷുർ ഹൈ ക്വാളിറ്റി. നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന് ഒരു ക്വാളിറ്റി, ഹൈ ക്വാളിറ്റി ഒരു ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ട്രാൻസ്പെറന്റ് ആണ്, സുതാര്യമാണ്. ആർക്കും എന്ത് ചെയ്യാൻ പറ്റും? അതിൽ കൺഫ്യൂഷൻസ് ഇല്ല, ആംബിഗ്യൂറ്റീസ് ഇല്ല, അല്ലെങ്കിൽ വേറെ ഒരു പ്രോബ്ലംസും ഇല്ല. ട്രാൻസ്പെറന്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അത് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. Then the sixth one, every standard has a specific structure to ensure uniformity and facilitate really interpretation. എന്താ പറയണത്? ഓരോ സ്റ്റാൻഡേർഡും, അതായത് IFRS 1, 2, 3 എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സ്റ്റാൻഡേർഡുകളും each and every accounting standards എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഒരു സ്ട്രക്ചർ ഉണ്ട് എല്ലാറ്റിനും. അത്തരത്തിലൊരു സ്ട്രക്ചർ ഉള്ളതുകൊണ്ട് തന്നെ അത് എന്ത് എൻഷുർ ചെയ്യുന്നു? യൂണിഫോമിറ്റി എൻഷുർ ചെയ്യുന്നു. അത് ക്ലിയർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ എന്താ പറയണത്? ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. നിങ്ങളെ സംബന്ധിച്ച് ഇതുവരെ പഠിച്ചൊന്നുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. ന്യൂ കൺസെപ്റ്റ് ആണ് IFRS എന്ന് പറയുന്നത്. IFRS എന്ന് പറയുന്നത് എന്താ? കോമൺ ഗ്ലോബൽ ലാംഗ്വേജ് അക്രോസ് ദി വേൾഡ്, അല്ലെങ്കിൽ നാഷൻ വൈഡ്, ഗ്ലോബലി അക്രോസ് ദി വേൾഡ്, ലോകം മുഴുവനും ഓൾ ഓവർ ദി വേൾഡ് ഉള്ള ഒരു ലാംഗ്വേജ് ആണ് IFRS. എന്തിനു വേണ്ടിയിട്ടുള്ളതാ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുക. നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താ? അതിന്റെ ഫീച്ചേഴ്സ് ആണ് കേട്ടോ. മനസ്സിലായോ? യെസ്, IFRSന്റെ ഫീച്ചേഴ്സ് അല്ലേ പറഞ്ഞു നിർത്തിയത്. ഇനി നമ്മുടെ അടുത്ത ഏരിയ മീൻസ് അതിന്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് IFRS IC. കാണാണ്ടോ? IFRS IC. വാട്ട് ഈസ് IFRS IC? എന്താ അങ്ങനെ പറഞ്ഞ? ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് ഇന്റർപ്രിട്ടേഷൻ കമ്മിറ്റി. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? IFRS IC എന്ന് പറയുന്നത് I ഇന്റർനാഷണൽ, F സ്റ്റാൻഡ് ഫോർ ഫിനാൻഷ്യൽ, R സ്റ്റാൻഡ് ഫോർ റിപ്പോർട്ടിംഗ്, S സ്റ്റാൻഡ് ഫോർ സ്റ്റാൻഡേർഡ്, then I for interpretation, then the C for committee. IFRS IC means International Financial Reporting Standard Interpretation Committee. Okay, then what is IFRS IC എന്നാ നമ്മൾ നോക്കാൻ പോകുന്നത്. It is a committee for IFRS interpretations. IFRS എന്ന് പറയുന്ന അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിനെ ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള കമ്മിറ്റിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? IFRS IC എന്ന് പറയുന്നത്. എന്താണ് IFRS എന്ന് പറയുന്നത്? നമ്മുടെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ത് ചെയ്യണം? അതിനെ ഇന്റർപ്രറ്റ് ചെയ്യണ്ടേ? അതിനുള്ള കമ്മിറ്റിയാണ് IFRS IC. ദെൻ ഈ ഒരു കമ്മിറ്റിയിൽ 14 വോട്ടിംഗ് മെമ്പേഴ്സ് ഉണ്ട്. എത്ര പേരാ? 14 വോട്ടിംഗ് മെമ്പേഴ്സ് ആണ് ഈ ഒരു കമ്മിറ്റിയിലുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് അപ്പോയിന്റഡ് ബൈ IFRS ഫൗണ്ടേഷൻ ട്രസ്റ്റീസ്. IFRS ഫൗണ്ടേഷൻ ട്രസ്റ്റീസ് ആണ് ഈ 14 വോട്ടിംഗ് മെമ്പേഴ്സിനെ എന്ത് ചെയ്യണത്? അപ്പോയിന്റ് ചെയ്യണത്. ദെൻ ഫോർ റിന്യൂവബിൾ ടേംസ് ഓഫ് 3 years, 3 വർഷത്തെ പീരീഡ് കഴിഞ്ഞാൽ ഇവരെ റിന്യൂ ചെയ്യും. ഇപ്പൊ ഈ വർഷം 2020 14 മെമ്പേഴ്സിനെ എന്ത് ചെയ്തു? ഇലക്ട് ചെയ്തു, ഐ മീൻസ് അപ്പോയിന്റ് ചെയ്തു. ദെൻ 3 വർഷം കഴിഞ്ഞു, 2020, 2021, 2022 കഴിഞ്ഞാൽ 2023 എന്ത് ചെയ്യും? റിന്യൂ ചെയ്യും. അതായത് ഈ 14 പേരെ മാറ്റിയിട്ട് ന്യൂ 14 മെമ്പേഴ്സിനെ ഇലക്ട് ചെയ്യും. ക്ലിയർ ആണോ? ദെൻ നെക്സ്റ്റ് പിന്നെ എന്താ പറയണത്? ഇറ്റ് എയിംസ് ടു ഇന്റർപ്രറ്റ് ദ അപ്ലിക്കേഷൻസ് ഓഫ് IFRS and provide timely guidance on financial reporting. എന്താ പറയണത്? IFRS IC എന്ന് പറയുന്ന കമ്മിറ്റി IFRS എന്ന് പറയുന്ന നമ്മുടെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിനെ എന്ത് ചെയ്യുന്നു? ഇന്റർപ്രറ്റ് ചെയ്യുന്നു. ആൻഡ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന് വേണ്ടി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ പ്രിപ്പയർ ചെയ്യാൻ ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. മനസ്സിലാവുന്നുണ്ടോ? IFRS IC ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് ഇന്റർപ്രിട്ടേഷൻ കമ്മിറ്റി. അതിനെയാണ് IFRS IC എന്ന് പറയുന്നത്. ആ കമ്മിറ്റി എന്തിനു വേണ്ടിയുള്ളതാ? IFRSനെ ഇന്റർപ്രറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ ഇതിൽ 14 വോട്ടിംഗ് മെമ്പേഴ്സ് ഉണ്ട്. അവരെ അപ്പോയിന്റ് ചെയ്യുന്നത് IFRS ഫൗണ്ടേഷൻ ആണ്. ദെൻ 3 വർഷത്തെ പീരീഡ് കഴിഞ്ഞ് അവരെ എന്ത് ചെയ്യും? മാറ്റും. അതായത് പുതിയ ആളുകളെ എന്ത് ചെയ്യും? ഇലക്ട് ചെയ്യും. ദെൻ അതിന്റെ റോളാണ് IFRS IC എന്ന് പറയുന്ന കമ്മിറ്റിയുടെ റോൾ എന്താ, അത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു 4 പോയിന്റ് ഉള്ളൂ. ഓക്കെ, ദ ഫസ്റ്റ് വൺ, ഒന്നാമത്തെ പോയിന്റ്, ഇറ്റ്
എന്താ പറയുന്നത്? IFRS എന്ത് ചെയ്യുന്നുണ്ട്? ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. IFRS ഇന്റർപ്രറ്റ് ചെയ്യുന്നു. Then provides timely guidance on financial reporting. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ പ്രിപ്പയർ ചെയ്യാൻ ടൈംലി ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മനസ്സിലാവുണ്ടോ? IFRS ഇന്റർപ്രറ്റ് ചെയ്യുന്നു. ദെൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ പ്രിപ്പയർ ചെയ്യാൻ ഗൈഡൻസസ് പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ രണ്ടാമത്തെ പോയിന്റ്, വർക്കിംഗ് ആക്റ്റീവ്ലി വിത്ത് നാഷണൽ സ്റ്റാൻഡേർഡ് സെറ്റേഴ്സ് ടു ബ്രിങ് അബൌട്ട് കൺവെൻസ്. അതായത് ഒരു കൺവെൻസ് കൊണ്ടുവരാൻ വേണ്ടി നാഷണൽ സ്റ്റാൻഡേർഡ് സെറ്റേഴ്സുമായിട്ട് കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്നു. അതായത് നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യാൻ, ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന് വേണ്ടി, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ പ്രിപ്പയർ ചെയ്യുന്നതിൽ ഒരു കൺവെൻസ് കൊണ്ടുവരാൻ എന്ത് ചെയ്യുന്നുണ്ട്? നാഷണൽ സ്റ്റാൻഡേർഡ് സെറ്റേഴ്സുമായി കൂടിച്ചേർന്ന് പ്രവർത്തിക്കണം. ഓക്കെ. ദെൻ ദ തേർഡ് പോയിന്റ്, മൂന്നാമത്തെ പോയിന്റ് ആണ്, ആഫ്റ്റർ ക്ലിയറിംഗ് IASB ഡയറക്റ്റ് ഇന്റർപ്രിറ്റേഷൻസ് for public comments and consider comments made within a reasonable period before finalizing an interpretations. അതെന്താന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു IASB എന്തായിരുന്നു? ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോഡി അല്ലേ? ഈ ഒരു ബോഡി അല്ലെങ്കിൽ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ത് പ്രിപ്പയർ ചെയ്യണത്? IFRS പ്രിപ്പയർ ചെയ്യണത് അല്ലേ? സോ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ IFRS അതായത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകൾ പ്രിപ്പയർ ചെയ്ത് അത് പബ്ലിക്കിന്റെ മുന്നിൽ വെക്കുകയാണ്. അതായത് പബ്ലിക്കിന് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ട്, പ്രോബ്ലംസ് ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ക്ലിയറൻസസ് റിക്വയർഡ് ആണ്, ആവശ്യമുണ്ടെങ്കിൽ അതിനുള്ള ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ഒരുക്കുന്നുണ്ട്. സോ ഇത്തരത്തില് IASB എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ IFRSകൾ സെറ്റ് ചെയ്തു, ഇഷ്യൂ ചെയ്തു. അത് പബ്ലിക്കിന്റെ മുന്നിൽ, പൊതുജനങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. അവരുടെ ഗ്രീവൻസസ്, അവരുടെ കംപ്ലൈൻസ്, അവരുടെ ക്വസ്റ്റ്യൻസ് എല്ലാം, അവരുടെ പ്രോബ്ലംസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. സോ അത്തരത്തില് പബ്ലിക്കിന്റെ കമന്റുകൾ കിട്ടുമ്പോൾ ആ പബ്ലിക്കിന്റെ കമന്റുകൾ ഒരു റീസണബിൾ പീരീഡ്, അതായത് ഒരു 30 ഡേയ്സിന്റെ ഉള്ളിൽ, 15 ഡേയ്സിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഒരു റീസണബിൾ പീരീഡിന്റെ ഉള്ളിൽ പബ്ലിക്കിന്റെ കമന്റുകൾ കേട്ട് ഈ IFRSന്റെ ഇന്റർപ്രിട്ടേഷൻ ഫൈനലൈസ് ചെയ്യുന്നത് ഏത് അതോറിറ്റിയാണ്? IFRS IC ആണ്. മനസ്സിലാവുന്നുണ്ടോ? IFRS ഇഷ്യൂ ചെയ്യുന്നത് IASB എന്ന് പറയുന്ന ബോർഡ്. ഈ ബോർഡ് IFRS എന്ന് പറയുന്ന സെറ്റ് ഓഫ് റൂൾസ് ഇഷ്യൂ ചെയ്യുന്നു. ഈ ഇഷ്യൂ ചെയ്തത് പബ്ലിക്കിന്റെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നുണ്ട്. അവരുടെ പ്രോബ്ലംസും അവരുടെ ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് ഹിയർ ചെയ്യാൻ വേണ്ടി ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ആ പ്ലാറ്റ്ഫോമിൽ പബ്ലിക് എന്തെങ്കിലും കറക്ഷൻസ് പറയാണ്, ചേഞ്ചസ് പറയാണ്, കംപ്ലൈൻസ് പറയാനെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്? അത് ഹിയർ ചെയ്ത് അതിന് റീസണബിൾ പീരീഡിന്റെ ഉള്ളിൽ ഈ IFRSൽ ചേഞ്ചുകൾ കൊണ്ടുവരിക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തമാണ്? IFRS IC എന്നുള്ള ഈ അതോറിറ്റിയുടെ ഉത്തരവാദിത്തമാണ്. Then the fourth one, report to IASB and obtain the approval of 9 of its members for final interpretation. ഇപ്പൊ നമ്മൾ IFRS ഡെവലപ്പ് ചെയ്തു, പബ്ലിക്കിന്റെ മുന്നിൽ വെച്ചു, അവരുടെ കമന്റുകൾ കേട്ടു, അതിലെന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം? IASB എന്ന് പറയുന്ന ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആ IASB എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ 16 മെമ്പേഴ്സ് ഉണ്ട് ഇല്ലേ? ആ മെമ്പേഴ്സിൽ 9 ആളുടെയെങ്കിലും അപ്രൂവൽ ഉണ്ടെങ്കിലാണ് ആ ഒരു സ്റ്റാൻഡേർഡ്, ആ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇഷ്യൂ ചെയ്യൂ, ഫോർമുലേറ്റ് ചെയ്യൂ. മനസ്സിലാവുന്നുണ്ടോ? പബ്ലിക്കിന്റെ മുന്നിൽ വെക്കുകയാണ്, പ്രസന്റ് ചെയ്യാണ്, അവരുടെ കംപ്ലൈൻസ് എന്തെങ്കിലും ഉണ്ടോ, അവരുടെ പ്രോബ്ലംസ് നമ്മൾ കേൾക്കുകയാണ്. ആ പ്രോബ്ലംസ് കേട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അത് IASB എന്ന് പറയുന്ന സ്ഥാപനത്തിനോട് റിപ്പോർട്ട് ചെയ്യുന്നു. ഈ റിപ്പോർട്ടിങ്ങിന് ശേഷം ഈ IASBയിലെ 16 മെമ്പേഴ്സിലെ 9 ആളെങ്കിലും എന്ത് ചെയ്യണം? അത് അപ്രൂവ് ചെയ്യണം. അതായത് IFRSൽ വരുത്തിയ മാറ്റങ്ങളെ അപ്രൂവ് ചെയ്യണം. എന്നാലാണ് ആ ഒരു സ്റ്റാൻഡേർഡ് ഫൈനലൈസ് ചെയ്യുക. അപ്പോൾ നമ്മൾ നിർത്തുകയാണ്, വൈൻഡപ്പ് ചെയ്യാണ്. IFRS IC എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വന്നത്. IFRS IC എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് ഇന്റർപ്രിട്ടേഷൻ കമ്മിറ്റി. അതിൽ 14 വോട്ടിംഗ് മെമ്പേഴ്സ് ഉണ്ട്. IFRS ഫൗണ്ടേഷൻ ട്രസ്റ്റീസ് ആണ് അവർ അപ്പോയിന്റ് ചെയ്യുന്നത്. 3 വർഷം കഴിഞ്ഞ് പുതിയ ആളുകളെ നിയമിക്കും. എന്താ പറയുന്നത്? IFRSനെ ഇന്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു കമ്മിറ്റിയുടെ ചുമതല. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ അപ്പോൾ ക്ലാരിഫൈ ചെയ്യണം കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം പേഴ്സണലായി മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ എങ്ങനെയെങ്കിലും ചോദിക്കുക. നോട്ട്സുകൾ ഒപ്പം തരുന്നതായിരിക്കും, അത് ടേക്ക് ഡൗൺ ചെയ്യാം. താങ്ക് യു.